ഹലോ ചിൽഡ്രൻ, കിഡ്സ് ഏരിയ ഓൺലൈൻ്റെ എല്ലാ കൂട്ടുകാരെയും കിഡ്സ് ഏരിയ ഓൺലൈൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ചിൽഡ്രൻ, പഠിക്കുവാൻ റെഡിയാണോ? എന്നാൽ പഠിച്ചാലോ? നമ്മളെ ഇന്ന് മലയാളത്തിലെ ആദ്യത്തെ അക്ഷരം പഠിക്കുവാനായിട്ട് പോവുകയാ. അപ്പോൾ പഠിച്ചാലോ? ഇവർ ആരാണ്? അറിയാവോ ഇവർ ആരാണെന്ന്? ആരാ? യെസ്, എലിഫന്റ്, ആന. ആരാണിവർ? ആന, എലിഫന്റ് അല്ലേ? ഇവിടെ എത്ര എലിഫന്റ് ഉണ്ട്? 1, 2. എത്ര എലിഫന്റ് ഉണ്ട്? 1 എലിഫന്റ്, 2 എലിഫന്റ്സ്. 2 എലിഫന്റ് ഉണ്ടല്ലേ? 2 ആനകളുണ്ട്. നിങ്ങൾക്ക് ആന ഇഷ്ടമാണോ? ഇഷ്ടമാണ്. അപ്പോളേ ഇതിൽ ആരാണ് കുട്ടിയാന? ഇതാണല്ലേ അമ്മയാന. ആരാ? ഇതാണ് അമ്മയാന. ഈ കുട്ടിയാന അമ്മയാനെ എന്താ വിളിക്കുക? അമ്മേ, അമ്മേന്ന് വിളിക്കുമല്ലേ? അമ്മ, അമ്മ എന്ന് വിളിക്കും ആണല്ലോ. ഇതാരാണ്? കോഴി, ഹെൻ. ഹെൻ ആൻഡ് ചിക്സ്, കോഴിയും കുഞ്ഞുങ്ങളും. കോഴിയമ്മയും കോഴിക്കുഞ്ഞുങ്ങളും. ഈ കോഴിക്കുഞ്ഞുങ്ങൾ അതിൻ്റെ അമ്മയെ എന്താ വിളിക്കാറ്? അമ്മേ, അമ്മേ എന്ന് വിളിക്കുമല്ലേ? വിശക്കുമ്പോൾ പറയും അമ്മേ വിശക്കുന്നു. പക്ഷേ കോഴിയമ്മയ്ക്ക് മനസ്സിലാവും കുഞ്ഞുങ്ങൾ പറയുന്നത്. നമുക്ക് മനസ്സിലാവുമോ? ഇല്ല. അപ്പോൾ കോഴിക്കുഞ്ഞുങ്ങൾ കോഴി എന്ത് വിളിക്കും? അമ്മേ, അമ്മേ എന്ന് വിളിക്കും. ആനക്കുട്ടിയും അതിൻ്റെ അമ്മയെ അമ്മേ, അമ്മേ എന്ന് വിളിക്കുമല്ലേ? ഇവിടെ എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 1, 2. എത്ര കോഴിക്കുഞ്ഞുങ്ങളുണ്ട്? 2. 2 കോഴിക്കുഞ്ഞുങ്ങളുണ്ട്. ഇവർ ആരാണ്? ക്യാറ്റ്. ആരാണ്? ക്യാറ്റ്. അപ്പോൾ ഇതോ? കിറ്റൻസ്, പൂച്ചക്കുട്ടികൾ. പൂച്ചയും പൂച്ചക്കുട്ടികളും. കാറ്റ് ആൻഡ് കിറ്റൻസ്. കണ്ടോ? അവർ ബാസ്ക്കറ്റിൽ ഇരിക്കുക. ഈ കിറ്റൻസ് എന്തായിരിക്കും വിളിക്കുക? അമ്മേ, അമ്മേ എന്ന് വിളിക്കുമല്ലേ? ഈ കിറ്റൻസും അമ്മേ, അമ്മേ എന്നാ വിളിക്കുക. ഇവിടെ എത്ര കിറ്റൻസ് ഉണ്ട്? 1, 2 കിറ്റൻസ്. 2 പൂച്ചക്കുട്ടികളുണ്ട്. കണ്ടോ? 2 പൂച്ചക്കുട്ടികൾ ഇവിടെയുണ്ട്. ഇത് അമ്മപ്പൂച്ച. അപ്പോൾ ഈ പൂച്ചക്കുട്ടികളും അതിൻ്റെ അമ്മയെ എന്താ വിളിക്കുക? അമ്മേ, അമ്മേ എന്ന് വിളിക്കുമല്ലേ? നോക്കിയേ, നിങ്ങളെപ്പോലെയുള്ള ഒരു കുട്ടി. ഈ കുട്ടിയുടെ അമ്മയാണിത്. ആ കുട്ടി വിളിക്കുകയാണ് അമ്മേ, അമ്മേ എന്ന് വിളിക്കുക. നിങ്ങളെങ്ങനെയാ വിളിക്കാറ്? അമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്, മമ്മി എന്ന് വിളിക്കുന്നവരുണ്ട്, ഉമ്മ എന്ന് വിളിക്കുന്നവരുണ്ട്. അതുപോലെ നമ്മൾ വിളിക്കാറുണ്ടല്ലേ? നമ്മുടെ മദറിനെ നമ്മൾ വിളിക്കാറുണ്ട്. അപ്പോൾ ഈ കുട്ടി വിളിക്കുന്നത് എന്താണ്? അമ്മ, അമ്മ എന്ന് വിളിക്കുകയാണ്. അപ്പോൾ അമ്മ സ്നേഹത്തോടെ എന്താണ് മോളെ എന്ന് കാര്യം അന്വേഷിക്കുകയാണ്. ആ കുട്ടിയുടെ അമ്മയെ ആ കുട്ടി എന്താ വിളിച്ചത്? അമ്മ, അമ്മ എന്ന് വിളിച്ചു അല്ലേ? അപ്പോൾ നമ്മൾ ആരെക്കുറിച്ചാണ് പറഞ്ഞത് ഇത്രയും സമയം? അമ്മ എന്ന് വിളിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞത്. ഈ അമ്മ, അമ്മ എന്ന് വിളിച്ചപ്പോൾ ആദ്യത്തെ അക്ഷരം എന്തായിരുന്നു? അ. അമ്മ. എന്തായിരുന്നു? ആ. ആ
നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എന്നാൽ ഇവിടെ ഒരു കുഞ്ഞു കൂട്ടുകാരൻ നിങ്ങളെ ആ എന്ന ലെറ്റർ കാണിക്കാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് നോക്കിയാലോ? ദാ ആരാ? അണ്ണാൻ, സ്ക്വിറൽ, അണ്ണാൻ. അണ്ണാന്റെ കയ്യിൽ ഏത് ലെറ്റർ ആയിരിക്കുന്നേ? ആ. ഏതു ലെറ്ററാണ്? ആ. ഇതേത് മലയാള അക്ഷരമാണ്? ആ. എന്താണ്? ആ. ഇതാണ് ആ. അമ്മ എന്ന് പറഞ്ഞപ്പോൾ അതിൽ നമ്മൾ ആ എന്ന് പറഞ്ഞില്ലേ? അത് ഈ അക്ഷരമാണ്, ആ. ഇത് ഏതക്ഷരമാ? ആ. ഓക്കേ, ഇതാണ് ആ എന്ന അക്ഷരം. കണ്ടോ? ഇത് ഏതക്ഷരമാണ്? ആ. അപ്പോൾ നിങ്ങൾ ന്യൂസ് പേപ്പറിലൊക്കെ ആ എന്ന അക്ഷരം കാണുമ്പോൾ നിങ്ങളുടെ പേരൻസിന് കാണിച്ചു കൊടുക്കണം, ഇതാണ് ആ. അല്ലെങ്കിൽ നിങ്ങളുടെ പേരൻറ് നിങ്ങൾക്ക് ബുക്കിൽ കാണിച്ചു തരും, ആ എവിടെയാണ്, കാണിച്ചു തന്നേ എന്ന് പറയുമ്പോൾ നിങ്ങൾ തെറ്റാതെ കാണിച്ചു കൊടുക്കണം. കാണിച്ചു കൊടുക്കുമോ ഇല്ലയോ? കാണിച്ചു കൊടുക്കും. എന്നിട്ട് എന്ത് ഗിഫ്റ്റാ മേടിക്കുക? വെരി ഗുഡ് മേടിക്കും അല്ലേ? വെരി ഗുഡ് മോനെ, വെരി ഗുഡ് മോളെ എന്ന് പറയും. അപ്പോൾ ഇത് ഏത് ലെറ്ററാ? ആ. ഏതാണ് അക്ഷരം? ആ എന്ന അക്ഷരമാണ് ഇത്. ഇതേതക്ഷരമാണ്? ആ. ഇവിടെ ടീച്ചർ കുറച്ച് അക്ഷരങ്ങൾ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ ഏതൊക്കെയാണ് ആ എന്ന അക്ഷരം? ഇത് ആയാണോ? ഈ ആയാണോ ഈ കാണുന്നത്? യെസ്, അതെ. അപ്പോൾ ഈ ആയും ഈ ആയും ഒന്നാണ്. ഇത് ആയാണോ? അല്ല അല്ലേ, ഇത് ആയല്ല. ഇത് നമ്മൾ പഠിച്ചു. ഏതക്ഷരമാ? വെരി ഗുഡ്, റാ. മഴവില്ല് പോലെ ഇരിക്കുന്ന റാ. കണ്ടോ? ഇതേതക്ഷരമാണ്? റാ. ഇത് ആയാണോ? നോ, ഇത് ആയല്ല. ഇത് ആയാണോ? യെസ്, ഇതാണ് ഇവിടെ കണ്ട ആ. ഇതും ആയാണ് അല്ലേ? ഈ ആയാണ് ഇതും ഇതും. അപ്പോൾ ആ എന്ന ലെറ്റർ എവിടെ കണ്ടാലും നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. ആ എന്ന അക്ഷരത്തെ കണ്ടോ? കണ്ടു അല്ലേ? ഇത് ഏതക്ഷരമാ? ആ. ഏതക്ഷരമാ? ആ. കണ്ടോ? ഇവിടെ അമ്മ എന്ന് ടീച്ചർ എഴുതിയിരിക്കുക. ഈ കുട്ടിയുടെ അമ്മയാണിത്. നിങ്ങൾ ഉമ്മ, മമ്മി എന്നൊക്കെ വിളിക്കാറില്ലേ? ആ, ഈ കുട്ടി അമ്മ എന്നാ വിളിക്കുന്നത്, അമ്മ. അപ്പോൾ ഇതിൽ ആ എവിടെയാണ്? ഇതാണോ ആ? നിങ്ങൾ കണ്ട ആയാണോ ഈ അക്ഷരം? നോ. ഇതാണോ നിങ്ങൾ കണ്ട ആ എന്ന അക്ഷരം? യെസ്, ഇതാണ് അമ്മ എന്ന് എഴുതിയപ്പോൾ അതിലുള്ള ആ എന്ന അക്ഷരം. കണ്ടോ? അമ്മ, അതിൽ ആ, അമ്മ. ഓക്കേ. അപ്പോൾ എങ്ങനെയാ നമ്മൾ വായിക്കേണ്ടത്? ആ, അമ്മ. പറഞ്ഞേ, ആ, അമ്മ. ഒരിക്കൽ കൂടി പറഞ്ഞേ, ആ, അമ്മ. ഓക്കേ. നമ്മളിന്ന് പഠിക്കുവാനായിട്ട് പോകുന്നത് ആ, അമ്മ എന്ന പാഠമാണ്. എന്താ ഇന്ന് നമ്മൾ പഠിക്കുവാനായിട്ട് പോകുന്നത്? ആ, അമ്മ. അമ്മ നമുക്ക് എന്തൊക്കെയാ ചെയ്തു തരാറ്? അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ നിങ്ങൾക്ക് എന്തു ചെയ്തു തരും? നിങ്ങളുടെ മമ്മി നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരും? കണ്ടോ? ഈ കുട്ടിയുടെ അമ്മയായത്. ഈ അമ്മ ഈ കുട്ടിക്ക് എന്താ കൊടുക്കുന്നത്? ആഹാരം കൊടുത്തു. കണ്ടോ? ആഹാരം, സ്വീറ്റ്സൊക്കെ, മധുര പലഹാരങ്ങൾ ഉണ്ടാക്കി നൽകും. അത് കുഞ്ഞ് കഴിക്കുന്നുണ്ടോ? അതുപോലെ നമുക്ക് വാരിത്തരാറില്ലേ നമ്മുടെ അമ്മ? വാരിത്തരാറുണ്ടല്ലേ? നമുക്കിതുപോലെ ഇഷ്ടപ്പെട്ട ആഹാരങ്ങൾ നമുക്ക് നമ്മുടെ പാത്രത്തിൽ വെച്ച് തരും. അതുപോലെ ചിലപ്പോൾ ഉരുളയാക്കി നമുക്ക് വായിൽ വെച്ച് തരും അല്ലേ? കണ്ടോ? ഇവിടെ കണ്ടോ ഈ കുഞ്ഞിന് നൽകുന്നുണ്ടോ? ഇതുപോലെ നമ്മുടെ അമ്മയും ചെയ്യാറുണ്ടല്ലേ? ഈ അമ്മ നോക്കിയേ, ആ കുഞ്ഞിനെ എടുത്തുകൊണ്ട് നടക്കുകയാ. നിങ്ങളെ എടുത്തുകൊണ്ട് നടക്കാറുണ്ടോ? നിങ്ങളുടെ അമ്മ നിങ്ങളെ എടുക്കാറില്ലേ? സ്നേഹത്തോടെ എടുത്തുകൊണ്ട് നടക്കാറുണ്ടല്ലേ? അമ്മ നമ്മളെ എടുത്തുകൊണ്ട് നടക്കും. കണ്ടോ? ഈ അമ്മ ഈ കുട്ടിയെ പഠിപ്പിക്കുകയാ.
നിങ്ങളുടെ അമ്മ നിങ്ങളെ പഠിപ്പിക്കാറില്ലേ? പഠിപ്പിക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ നിങ്ങളുടെ ഉമ്മ അല്ലെങ്കിൽ നിങ്ങളുടെ മമ്മി നിങ്ങളെ പഠിപ്പിക്കാറില്ലേ? പഠിപ്പിക്കാറുണ്ടല്ലേ? കണ്ടോ? ആ അമ്മ, ആ അമ്മ, ആ എന്ന അക്ഷരത്തിൽ തുടങ്ങുന്നതാണ് അമ്മ. അതുകൊണ്ടാണ് നമ്മൾ ആ അമ്മ എന്ന് പറയുന്നത്. ഓക്കെ, ആ എന്ന അക്ഷരത്തിലാണ് നമ്മൾ അമ്മ എന്ന് എഴുതുന്നത്, അമ്മ എന്ന് പറയുന്നതും. അതുകൊണ്ട് നമ്മൾ ആ അമ്മ എന്ന് പറയുന്നു. കണ്ടോ, ഈ അമ്മ എന്ത് ചെയ്യുന്നു? ആ കുട്ടിയെ പഠിപ്പിക്കുകയാ. നിങ്ങളുടെ അമ്മ നിങ്ങളെയും പഠിപ്പിക്കാറില്ലേ? കണ്ടോ, ഈ അമ്മ കുട്ടിയെ കളിപ്പിക്കുകയാ. നിങ്ങളെ കളിപ്പിക്കാറില്ലേ ഇതുപോലെ? നിങ്ങളെയും കളിപ്പിക്കാറുണ്ടല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങളെ കളിപ്പിക്കാറുണ്ട്. ഇവിടെ കണ്ടോ, ഈ അമ്മ കുട്ടിയെ കുളിപ്പിക്കുക. നിങ്ങളെ കുളിപ്പിക്കില്ലേ നിങ്ങളുടെ അമ്മ? നിങ്ങളെയും കുളിപ്പിക്കാറുണ്ടല്ലേ? നിങ്ങൾക്ക് വിഷമം വരുമ്പോൾ, നിങ്ങൾക്ക് അസുഖം വരുമ്പോൾ ആരാ നിങ്ങളെ സഹായിക്കുന്നത്? നിങ്ങളുടെ അമ്മ നിങ്ങളെ സഹായിക്കുമല്ലേ? കണ്ടോ, ഇവിടെ ഈ കുട്ടിക്ക് സുഖമില്ല. അപ്പോൾ ആ കുട്ടിയുടെ അമ്മ എന്ത് ചെയ്യുക? മരുന്നൊക്കെ നൽകി എന്ത് ചെയ്യുക? നോക്കുകയാണല്ലേ? അപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങളെ സഹായിക്കാറില്ലേ? നിങ്ങൾക്ക് സുഖമില്ലാതെ ആകുമ്പോൾ, നിങ്ങൾ വീണു പോകുമ്പോൾ ഒക്കെ ഓടി വന്ന് നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളെ താലോലിക്കാറില്ലേ? ഉണ്ടല്ലേ? നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് കഥ പറഞ്ഞു തരാറില്ലേ? സ്റ്റോറിയൊക്കെ പറഞ്ഞു തരാറുണ്ടോ? പറഞ്ഞു തരാറുണ്ട്. സ്റ്റോറിയൊക്കെ പറഞ്ഞ് നിങ്ങളെ ഉറക്കാറുണ്ടല്ലേ? അല്ലെങ്കിൽ അല്ലാതെയും സ്റ്റോറി പറയാതെയും ഉറക്കാറുണ്ട്. കണ്ടോ, ഈ കുട്ടിയെ ഈ അമ്മ സ്റ്റോറി പറഞ്ഞ് ഉറക്കുകയാ. നിങ്ങളെയും ഉറക്കാറില്ലേ നിങ്ങളുടെ അമ്മ? ഉറക്കാറുണ്ടല്ലേ? അമ്മ എന്തൊക്കെ ചെയ്തു തരും? നമ്മളോട് സംസാരിക്കും, നമുക്ക് ആഹാരം തരും, നമ്മളെ എടുത്തുകൊണ്ട് നടക്കും, നമ്മളെ പഠിപ്പിക്കും, നമ്മളെ കളിപ്പിക്കും, നമ്മളെ കുളിപ്പിക്കും. നമുക്ക് രോഗം വരുമ്പോൾ നമ്മുടെ കൂടെ ഇരുന്ന് നമ്മളെ ശുശ്രൂഷിക്കും. അതുപോലെ നമുക്ക് കഥ പറഞ്ഞു തരാറുണ്ട്, നമ്മളെ ഉറക്കാറുണ്ട് അല്ലേ? അപ്പോൾ നിങ്ങളുടെ അമ്മ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തു തരും? അത് നിങ്ങളുടെ പേരൻറ്റിനെ നിങ്ങൾ പറഞ്ഞു കേൾപ്പിക്കണം. ചെയ്യില്ലേ? പറയണം കേട്ടോ. ഈ ക്ലാസ് കഴിഞ്ഞിട്ട് നിങ്ങൾ നിങ്ങളുടെ പേരൻറ്റിനോട് പറയണം, അമ്മ ഇതൊക്കെ ചെയ്തു തരാറുണ്ടെന്ന്. ഓക്കെ? അപ്പോൾ ഇത് ഏതക്ഷരമാണ്? ആ. ഏതക്ഷരമാണ്? ആ. ആ എന്ന അക്ഷരം നിങ്ങൾ കണ്ടെത്തില്ലേ? കണ്ടെത്തുമല്ലേ? ഇത് ഏതാ അക്ഷരം? ആ എന്ന അക്ഷരം. ഓക്കെ? അപ്പോൾ ഇനി അടുത്ത ദിവസം മറ്റൊരു ക്ലാസ്സുമായി ടീച്ചർ വരാം. ബൈ ബൈ. താങ്ക് യു.